പഠിച്ചവനെ സുബ്ഹാനല്ലാഹ് ഹാദാ ബുഹ്താനുൻ അദീം, ഇത് പച്ചക്കള്ളമാണല്ലോ അല്ലാ. ഹാദാ ബുഹ്താനുൻ അദീം, ഇത് പച്ചക്കള്ളമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞ് ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോരണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആലോചിക്കുക, വിശ്വാസികളുടെ കാര്യത്തിൽ അശ്ലീലം പ്രചരിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ആ ടീം രണ്ട് ലോകത്തും കുടുങ്ങും. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ, വിശ്വാസികളുടെ കാര്യത്തിൽ വഷളത്തരം പ്രചരിച്ചു കാണണം എന്ന് താല്പര്യമുള്ള കക്ഷി അവരാരാണെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ വൽ ആഖിറ. ഇന്നലെ വലീദിനെ കൊണ്ട് പറഞ്ഞതുപോലെ അല്ലാഹ് ദുനിയാവിലും വിടൂല, ആഖിറത്തിലും വിടൂല. ദുനിയാവിലൊരു പക്ഷേ ഏറു വന്നേക്കാം, കൈകാര്യം ചെയ്തേക്കാം. വഫിൽ ആഖിറ, നാളെ പരലോകത്ത് അതിശക്തമായ ശിക്ഷയുണ്ടാകും, സംശയിക്കണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ആർക്കൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളിലിരിപ്പുള്ളത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. നിങ്ങൾക്കതൊന്നും അറിയില്ല, ഉള്ളതുള്ളതുപോലെ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നവനാണ്. അവൻ ആ കണക്കിൽ തന്നെ അവൻ ഹിസാബും എടുക്കും, വിചാരണയും നടത്തും, സംശയിക്കേണ്ടതില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒതുക്കം കാണിക്കേണ്ടവരാണ്. നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒതുക്കം കാണിക്കണം, കൂട്ടുകാരുടെ മുമ്പിൽ ഒതുക്കം കാണിക്കണം. ആർക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവാൻ പാടില്ല, ആർക്കും നമ്മളെ കൊണ്ടൊരു വിഷമവും ഉണ്ടായി തീരാൻ പാടില്ല. ഇനി അടുത്ത വാക്ക്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഓ ജിന്ന് ഇൻസ് വർഗമേ, നിങ്ങൾ ഏതനുഗ്രഹങ്ങളെ കൊണ്ടാ കളവാക്കാൻ തയ്യാറാവുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇടയ്ക്കിടെ മനുഷ്യന്റെ കൽബിനെ തട്ടിയുണർത്തുന്ന ഈ ഒരു വാക്ക് ഉണ്ടോ? നമ്മൾ പാട്ടിലൊക്കെ ഉണ്ട്, സാധാരണ ഗാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തുർ റഹ്മാനിൽ അങ്ങനെ ഒരു ഗാനാത്മകതയും നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഗാനമാണോ? അല്ലതാനും. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു. ഇല്ല, ഖുർആൻ ഒരിക്കലും കവിതയല്ല. പക്ഷേ കവിതയുടെ സ്വഭാവവും വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അങ്ങനെ ഇതിനെ വീക്ഷിക്കുന്ന ഒരാൾ സാധാരണ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു രണ്ട് വരി അല്ലെങ്കിൽ ഒരു വരി ഇടയ്ക്കിടെ ആവർത്തിച്ച് പാടും. ഒരു ഖണ്ഡിക അങ്ങ് കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിച്ച് പാടും, ഒരു ഖണ്ഡിക കഴിഞ്ഞാൽ വീണ്ടും അതേ വാക്ക് ആവർത്തിക്കും. അതേ രൂപത്തിൽ ഇടയ്ക്കിടെ അള്ളാഹു പറയുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 31 തവണ ഈ ഖുർആൻ ഈ അധ്യായത്തിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചു. എന്നാൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറഞ്ഞത് ആരോടാ? റബ്ബികുമാ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവ്. ആരോടായി പറഞ്ഞത്? ജിന്ന് ഇൻസ് വർഗത്തോട്. ആ ജിന്ന് ഇൻസ് വർഗത്തെ ഇന്നിവിടെ പരാമർശിച്ചു. റെഡി. നേരെ മറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ പരാമർശിച്ചിട്ടില്ലല്ലോ മുമ്പ്. പിന്നെ എങ്ങനെയാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുക? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അതിന്റെ മുമ്പ് വല്ലർള വളഅഹാ ലിൽഅനാം എന്ന് പറഞ്ഞതിൽ ജിന്നും ഇൻസുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അതിൽ സൂചനയുണ്ട്. മാത്രമല്ല, ഇടയ്ക്കിടെ ആവർത്തിച്ചു വരുമ്പം ഇവിടെ ജിന്നിനെയും ഇൻസിനെയും പരാമർശിക്കപ്പെട്ടു. ഇനി ഒന്നും കൂടെ മുന്നോട്ട് പോയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ. ഭൂമിക്ക് ഭാരം വെച്ച് നീങ്ങുന്ന രണ്ടു ടീമുകളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു നാളുണ്ട് നിങ്ങളെ പിടികൂടാൻ. സോനെ, അതാ നാളെ ചർച്ച ചെയ്യാനുള്ളത്. പറ്റുമെങ്കിൽ കുതറിയോടൂൻ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കഴിയുമെങ്കിൽ ഒന്ന് ഓട് കാണട്ടെ എന്ന് പറഞ്ഞു അള്ളാഹു. ആ വിഷയമാണ് നാളെ ചർച്ച ചെയ്യാനുള്ളത്. അതിഗൗരവമേറിയ ചർച്ചയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ എത്തുക. അപ്പൊ അവിടെ പറയുന്നുണ്ട് അയ്യുഹസ് സഖലാൻ, ഭൂമിക്ക് ഭാരമായ രണ്ടു വിഭാഗമേ. അതാരെ പറ്റിയാ പറഞ്ഞത്? കാരണം കുറെ ആളുകൾ അനുസരിക്കും, കുറെ ആളുകൾ അനുസരിക്കൂല. മറ്റുള്ളത് അങ്ങനെയല്ലല്ലോ, എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യാണ്. അപ്പം ഭൂമിക്ക് ഭാരമായി, അള്ളാഹുവിന് ഭാരമായി, ഭൂമിക്ക് ഭാരമായ രണ്ടു ടീം. ഈ ടീം, ആ ടീമിനെ അള്ളാഹ് വിളിക്കുന്നു അയ്യുഹസ് സഖലാൻ. അത് ജിന്നും ഇൻസുമാൻ. ഇനിയും ബോധ്യപ്പെടണമെങ്കിൽ ഒരു വാക്കും കൂടെ വരുന്നു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാ നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? അള്ളാഹു തആല ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാ നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? അല്ലയോ ഇൻസുവർഗമേ, ജിന്നുവർഗമേ, നിങ്ങളെ ഞാൻ ഒന്നുമല്ലാത്ത ഈ വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ചു. ഇന്ന് ഈ രൂപത്തിലൊക്കെ നിങ്ങളെ ആക്കി തന്നപ്പം ഇന്ന് നിങ്ങൾ എനിക്കെതിരെ കുതിര കയറുകയോ എൻ്റെ മേൽ കയറാനൊരുങ്ങുകയോ നടക്കില്ല കേട്ടോ. ഒരു നാളിൽ ഞാൻ നിങ്ങളെ വിടില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ ചോദ്യം ചോദിച്ചു വെക്കുകയാണ്. ഇനി അടുത്ത വാക്കിലേക്ക് നീങ്ങുന്നു. അള്ളാഹു പറയുന്നു, ആരാണ് തമ്പുരാനെന്നറിയോ? നിന്നെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവാണവൻ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. ഇവിടെയും ഇസ്ലാമിന്റെ വിരോധികൾ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യം കണ്ടെത്തിയ, വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത്. കാരണം എന്തേ? ചില ആയത്തുകളിൽ നോക്കിയാൽ കാണാം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബീൻ, ചില ആയത്തിൽ നോക്കുമ്പോൾ കാണാം റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി, ചില ആയത്തിൽ നോക്കുമ്പോഴോ ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബീൻ. ഇങ്ങനെ എന്താ ഈ പറയുന്നത്? ഒരു മശ്രിഖിന്റെ റബ്ബ്, രണ്ടു മശ്രിഖിന്റെ റബ്ബ്, പല മശ്രിഖുകളുടെ റബ്ബ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ അതൊരു പിടുത്തല്ലേ? എത്ര മശ്രിഖാണ്? സുബ്ഹാനല്ലാഹ്. ഖുർആനിനെ വിമർശിച്ചവർ അവരോർക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഒരു സാഹിത്യകാരന്റെ സമ്പുഷ്ടമായ ഭാഷയിൽ വായിക്കണം. അതില്ലാതെ പോയതാണ് അവർക്കൊക്കെ പറ്റിയ അബദ്ധം. ഏതാവട്ടെ, നമുക്ക് ഇവിടെ പറയാം, രണ്ട് ഉദയസ്ഥാനങ്ങളും രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ മശ്രിഖ് മഗ്രിബ് രണ്ടെണ്ണം എന്താണെന്ന് പിന്നെ പറയാം. മശ്രിഖ് മഗ്രിബിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവെന്നാണ്. മശ്രിഖും മഗ്രിബും അടക്കി ഭരിക്കുന്ന രാജാവാണെന്ന് പറഞ്ഞാൽ കിഴക്കിലും പടിഞ്ഞാറിലും മാത്രമുള്ള ആള് എന്നല്ല, അതിൻ്റെ ഇടയിലുള്ളതുവാ. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ. സൂറത്തു ശുഅറാ 28. സൂറത്തു ശുഅറാഇന്റെ 28-ാം വചനം. മശ്രിഖിന്റെയും മഗ്രിബിന്റെയും കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും രക്ഷിതാവാണ് അല്ലാഹു. വമാ ബൈനഹുമാ, അതിൻ്റെ ഇടയിലുള്ളതും അതിൻ്റെ ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ്. ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടും. എന്ത്? പ്രപഞ്ചത്തിന്റെ മൊത്തം രക്ഷിതാവ് അല്ലാഹുവാണെന്ന്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ. ആ ഒരാശയമാണ് അല്ലാഹു ഇവിടെയും പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ? രണ്ട് മശ്രിഖ് രണ്ട് മഗ്രിബ് എന്ന് പറഞ്ഞില്ലേ? ഈ പറഞ്ഞത് എന്താണ്? അത് നമുക്ക് ആകെ ഇത് വന്നത് മൂന്ന് ശൈലിയിലാണ്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് പറഞ്ഞത് സൂറത്തു ശുഅറായിൽ വേറെയും സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല. എന്നാൽ ഇവിടെ വന്നു റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ. അതേ രൂപത്തിൽ അല്ലാഹു തആല സൂറത്തുൽ മആരിജ് അതിന്റെ 40-ാം വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫലാ ഉഖ്സിമു ബി റബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. അതാണ് ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവ് സാക്ഷി. ഫലാ ഉഖ്സിമു ബി റബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. അങ്ങനെ അല്ലാഹു സംസാരിച്ചു. ഇത് വൈരുദ്ധ്യമല്ലേ എന്നതാണ് ചോദ്യം. അല്ല, ഒരിക്കലും വൈരുദ്ധ്യമല്ല. ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കണം. മൂന്ന് വീക്ഷണത്തിലാണ് അല്ലാഹു ഈ പറഞ്ഞത്. അതുതന്നെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഏതാ എൻ്റെ ശേഷം ഒരുപാട് ഫിത്നകൾ വരും, എൻ്റെ ശേഷം ധാരാളം ഫിത്നകൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അലിയാർ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, ഫമൽ മുഖ്രിജു മിൻഹാ യാ റസൂലല്ലാഹ്. രണ്ടു നിലക്കും അവിടെ വായിച്ചിട്ടുണ്ട്. നബിയെ, അന്നതിൽ നിന്ന് രക്ഷാമാർഗം എന്താണ് നബിയെ? അന്ന് ഞങ്ങളെ ആ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ആരാണ് രക്ഷിക്കുക നബിയെ? ഫമൽ മുഖ്രിജു മിൻഹു യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പം ഏതാശയക്കുഴപ്പം വന്നാലും അതിന് തീരുമാനം അതിലുണ്ടാകും. പേടിക്കണ്ട. മുഹക്കമാത്തും ഫമാ യുബ്ഖീന മിൻ ശുബഹി. ഇന്നലെ പാടി
അതേ, അതിലൊരു ആശയക്കുഴപ്പവും നിങ്ങൾക്ക് വരില്ല. ഫീഹി നബഉ മാ ഖബലക്കും, മുൻഗാമികളുടെ വിവരം അതിലുണ്ട്, കഴിഞ്ഞുപോയ കാലത്തെ വിവരം ആ ഗ്രന്ഥത്തിലുണ്ട്. ഫീഹി നബഉ മാ ഖബലക്കും, ഭൂതവർത്തമാനം അതിലുണ്ട്. വ ഖബറു മാ ബഅദക്കും, ശേഷം വരുന്ന ഭാവി വിശേഷവും അതിലുണ്ട്. വ ഖബറു മാ ബഅദക്കും വ ഹുക്മു മാ ബൈനക്കും, ഇന്ന് നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളുടെ പരിഹാരവും അതിലുണ്ട്. വ ഹുക്മു മാ ബൈനക്കും എന്ന് പറഞ്ഞാൽ ഭാവിയും ഭൂതവും വർത്തമാനവും. ഫീഹി നബഉ മാ ഖബലക്കും, ഭൂതം, ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം. വ ഖബറു മാ ബഅദക്കും, ഭാവി കാലം. വ ഹുക്മു മാ ബൈനക്കും, വർത്തമാനകാലം. ഇതെല്ലാം നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഒരു വിശാലമായ നീണ്ട ഹദീസാണ്. ആ ഹദീസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാൻ, വലാ തൻഖളി അജായിബുഹു, ആ ഖുർആനിന്റെ വിസ്മയങ്ങൾ അവസാനിക്കുകയില്ല, അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും, ഖിയാമം വരെ അത് നിലനിൽക്കും. വലാ തൻഖളി അജായിബുഹു, ഖുർആനിന്റെ വിസ്മയങ്ങൾ അവസാനിക്കുകയില്ല എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, ദിഷണാപരമായി വളർന്നിട്ടില്ലാത്ത, ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു സമുദായത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാവുന്നതെല്ലാം കൂടെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല അവർക്ക്. കാരണം ശാസ്ത്രം വളരാത്ത കാലഘട്ടത്തിൽ അതെല്ലാം കൂടെ തഫ്സീർ ചെയ്തു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് വിശുദ്ധ ഖുർആനിൽ നിന്ന് അഹ്കാമുകൾ, മതപരമായ നിയമങ്ങൾ അടങ്ങുന്ന എല്ലാ കാര്യവും വ്യക്തമായി പറഞ്ഞു പോയിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഇനി പുതിയ ഗവേഷണങ്ങളും നിയമനിർമ്മാണങ്ങളും ആവശ്യമില്ല. അതൊരാളും നടത്തരുത്, അത് അപകടമാണ്. അതേസമയം പ്രാപഞ്ചിക രഹസ്യങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഗോളശാസ്ത്രം നേരിട്ട് പോയി അനുഭവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എന്തുകൊണ്ട് ആകാശ വിസ്മയങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ? ഭൂമിയിലെ അത്ഭുതങ്ങൾ മുത്തുനബിക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. വിശ്വാസിക്ക് അങ്ങനെ പറയാൻ കഴിയൂ, വിശ്വാസിക്ക് അങ്ങനെ പറയാൻ കഴിയൂ. അല്ല, അള്ളാഹുവിന്റെ റസൂലിന് അത് അറിയൂല എന്നൊരു വിശ്വാസിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അടുത്തായിട്ടൊരു CD ഇങ്ങനെ കേട്ട സമയത്ത് ഒരു മൗലവി വളരെ വീറോടെ പറയാൻ, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇന്ന് നമുക്കിടയിൽ നടക്കുന്ന പുതു വിഷയങ്ങളൊക്കെ അറിയുന്നു. എത്ര കളിയാക്കിയാണ് അത് പറയുന്നതെന്ന് അറിയോ നിങ്ങൾ? എന്തേ സംശയം? റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നവരത് വിശ്വസിച്ചിരിക്കും. കാരണം സഹീഹായ ഹദീസ, തെളിയിക്കാൻ കഴിയൂല അതിന്റെ ദുർബലത. സഹീഹായ ഹദീസ, നബി തങ്ങൾ പറഞ്ഞു, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും വിവരം മുഴുവനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരറിവാളനും മുത്തുനബിയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരറിവാളനും ഇവിടെ വരാൻ പോകുന്നില്ല. വെറുതെയാണോ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പാടിയത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് ആലോചിക്കുക. ഹബീബിന് എല്ലാ വിവരവുമുണ്ട്. എന്താണ് അതിനൊരു തെളിവ് പറയാം ഞാൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പറയാൻ, അതിലൊരു വിഷയം പറയുന്നത് അതോടുകൂടി തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ ലക്ഷണം ഇങ്ങനെ പറയുമ്പോൾ, ലൻ തഖൂമ സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഹത്താ തഊദ അർളുൽ അറബ്, അറേബ്യൻ ഭൂമി എങ്ങനെ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന, കട്ടകീറിക്കിടക്കുന്ന അറേബ്യൻ ഭൂമി ഉണ്ടല്ലോ, ആ അറേബ്യൻ ഭൂമി ചുട്ടുപഴുത്ത് നിൽക്കുന്ന മണലാരുണ്യം അത് മടങ്ങി വരുന്നത് വരെ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഹത്താ തഊദ അർളുൽ അറബി മുറൂജം വ അൻഹാറാ, പൂന്തോപ്പുകളും ജലസംഭരണികളുമായി തിരിച്ചു വരുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, ഈ ഉണങ്ങിക്കടിച്ച് നിൽക്കുന്ന ഭൂമിയിലൊക്കെ പൂന്തോപ്പുകളും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും തൊടുന്നിടത്തൊക്കെ വെള്ളം എത്തും. മുറൂജം വ അൻഹാറാ, എല്ലാ സ്ഥലത്തും ജലസംഭരണികള്, ജല പൈപ്പുകള്, കുളങ്ങള്, കിണറുകള്, ഇതൊക്കെ മനുഷ്യൻ നിർമ്മിക്കാൻ പോകുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അങ്ങനെ അറേബ്യൻ ഭൂമി തിരിച്ചു വന്നിട്ടല്ലാതെ ഖിയാമത്ത് നാളുണ്ടാകൂല. ഈ ഹദീസ് ഒരു വലിയ അത്ഭുതകരമായ ഹദീസാണ്. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം അറേബ്യൻ ഭൂമികളിലൊക്കെ ഇപ്പം ഇന്ന് ദുബായ് സിറ്റിയിലൊക്കെ ഇറങ്ങി നോക്കിയാൽ പഴയ അറേബ്യൻ രാജ്യമല്ല, നല്ല പൂന്തോപ്പാണ് ദുബായ് സിറ്റി. ചെന്ന് നോക്കിയാൽ കാണാം, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നല്ല പൂന്തോപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നു, പൂന്തോട്ട നിർമ്മാണം. എന്നല്ല അവിടെയൊക്കെ വെള്ളങ്ങൾ ഇങ്ങനെ എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനത് കണ്ടപ്പോൾ 2 കൊല്ലം മുമ്പ് പോയി കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് ഹബീബിൻ്റെ ഈ ഹദീസാണ്. അങ്ങനെ ഇനി അറേബ്യൻ ഭൂമിയിൽ എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ലൻ തഖൂമ സാഅതു ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വ അൻഹാറാ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഈ അറേബ്യൻ ഭൂമിയെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞതെന്താ? മുറൂജും അൻഹാറുമായി, പൂന്തോപ്പുകളും ജലസംഭരണികളുമായി തിരിച്ചു വരുന്നത് വരെ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചന. പഠിച്ചു ഭൂമിശാസ്ത്രജ്ഞന്മാർ, അവരോട് ചോദിച്ചു ഈ വിഷയത്തെക്കുറിച്ച്. പഴയ കാലത്ത് ഈ അറേബ്യൻ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഒരു അന്വേഷകൻ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത് എന്നറിയോ? 3000-4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ അറേബ്യൻ മരുഭൂമി നല്ല സമൃദ്ധിയുള്ള കാലഘട്ടമായിട്ടാണ് എൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉപയോഗിച്ചത് ഹത്താ തകൂന അർദുൽ അറബി എന്നല്ല, ഹത്താ തഊദ അർദുൽ അറബി, അറേബ്യൻ ഭൂമി തിരിച്ചു വരുന്നത് വരെ. അപ്പൊ അറേബ്യൻ ഭൂമിക്ക് ഒരു പഴയ സമൃദ്ധി ഉണ്ടായിരുന്നു എന്ന് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് പിൽക്കാലത്ത് അങ്ങനെ മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് തൽക്കാലം പൂന്തോപ്പുകളും ജലസംഭരണികളും വരുന്നു മനസ്സിലാക്കാം. അങ്ങനെ ആയാലും ഈമാനിന് കോട്ടൊന്നും തട്ടൂല. ഭൗതിക പ്രതിഭാസങ്ങൾ, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം തിരിയണമെന്നുണ്ടോ? സ്വർഗത്തിൽ കടക്കാനില്ല. അതുകൊണ്ടാണ് ആദ്യകാല സമൂഹത്തിന് ഇത് അറിയിക്കാതിരുന്നത്. അല്ലാഹ് തന്നെ പറഞ്ഞു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, പ്രപഞ്ചത്തിലുള്ള നമ്മുടെ മഹാത്ഭുതങ്ങൾ സനുരീഹിം സനുരീഹിം, ശേഷം ജനങ്ങൾക്ക് നമ്മളങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. സനുരീഹിം, അറബി ഭാഷ അറിയുന്ന പണ്ഡിതന്മാർക്കറിയാം, സാധാരണക്കാർ മനസ്സിലാക്കുക. സനുരീഹിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണിക്കുന്നല്ല, പിൽക്കാലത്ത് കാണിക്കുന്ന. സനുരീഹിം, ജനങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. ആയാത്തിന, വലിയ വലിയ അത്ഭുതങ്ങൾ. കണ്ടോ, ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഖുർആനിൽ പലതും കണ്ടെത്താൻ കഴിയും. പക്ഷേ ശാസ്ത്രത്തിനൊപ്പിച്ച് ഖുർആൻ ഒരിക്കലും കൊണ്ടുപോകേണ്ട കാര്യം നമുക്കില്ല. ഖുർആൻ പറഞ്ഞത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രം പറയാം. ശാസ്ത്രത്തിനൊപ്പിച്ചൊരിക്കലും ഖുർആനിനെ കൊണ്ടുപോകേണ്ടതില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിലെ ആളുകളുടെ നിഗമനങ്ങളാണ്. അതിൽ തിരുത്തുവരാം. ആലോചിക്കണം, ഇത് ഈ രൂപത്തിലാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ പറഞ്ഞത് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. എന്തിനാണ് ഈ വലിയ വലിയ പ്രാപഞ്ചിക രഹസ്യങ്ങൾ ഞാൻ പുറത്തെടുക്കുന്നത്? വഫീ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അത്ഭുതങ്ങളും. പഴയ കാലത്ത് തൊണ്ടയെക്കുറിച്ചറിയാത്ത അത്ഭുതങ്ങൾ ഇന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ പല ഡോക്ടർമാർക്കും, ENT വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ത്വക്കിനെ കുറിച്ചറിയാൻ സ്കിന്ന് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയും. പഴയ കാലത്തില്ലാത്തത് എന്തേ? കാരണം അല്ലാഹ് പറയുന്നു സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. അതുകൊണ്ടൊക്കെ ജനങ്ങൾ എങ്ങോട്ടാ എത്തിപ്പെടേണ്ടത്? വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഇവരൊക്കെ ഇത് കണ്ടിട്ട് ഈ അക്ഷരവിസ്മയങ്ങൾക്ക് മുമ്പിൽ അന്തിച്ചു നിൽക്കുകയല്ല. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അന്നഹുൽ ഹഖ്, അവൻ സത്യമാണ്, അവൻ സത്യമാണെന്ന് അവർക്കൊക്കെ ബോധ്യപ്പെടട്ടെ. അതിനു വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് എന്നുള്ള പറയുന്നു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്ത് 53-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഇത് പഠിപ്പിച്ചു. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വന്നേക്കാം, എന്തേ ഇത് മുമ്പ് തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തൂടായിരുന്നോ? ഇത് മുമ്പ് തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തൂടായിരുന്നോ? എന്തേ മുമ്പ് തന്നെ കാണിച്ചാലുള്ള കുഴപ്പം? കണ്ടുപിടുത്തങ്ങളൊക്കെ മുമ്പ് കൊടുക്കാൻ പറ്റൂല. ലോകം അവസാനിക്കുമ്പോഴേ കണ്ടുപിടുത്തം അവസാനിക്കാനാകുമ്പോഴേ കണ്ടുപിടുത്തം പൂർണ്ണമാകാൻ പറ്റുള്ളൂ. കാരണം കണ്ടുപിടുത്തം വരും തോറും മനുഷ്യൻ ഭൂമിയെ കൊല്ലൂലേ, ഭൂമിയെ കൊല്ലും. അപ്പൊ ആദ്യം തന്നെ അത് കയ്യിൽ കൊടുക്കാൻ അള്ളാഹുവിന് തീരുമാനമല്ല. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. ചെറിയൊരു ഉദാഹരണം മതി. ഇപ്പൊ ഉദാഹരണത്തിന് ഈ JCB എന്ന് പറഞ്ഞ സാധനം ഒരു 500 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചെങ്കിൽ ഇന്ന് ഇവിടെ ഏതെങ്കിലും കുന്നോ മലയോ ബാക്കി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അത് പിൽക്കാലത്തേ കാണാൻ പറ്റുള്ളൂ. ഏകദേശം ഭൂമി നശിക്കാനാകുമ്പോഴേ അള്ളാഹ് അത് മനുഷ്യന്റെ കയ്യിൽ കൊടുക്കൂ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, അത്തരം കാര്യങ്ങൾ അന്നവരോട് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഭൂമി ഉരുണ്ടിട്ടാണെന്നും അത് സൂര്യനെ വലയം വെക്കുന്നുണ്ടെന്നും പറഞ്ഞാൽ മുമ്പ് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അടുത്ത കാലത്ത് വരെ ഭൂമി ഉരുണ്ടതാണെന്ന സത്യത്തെ നിഷേധിക്കുകയായിരുന്നില്ലേ? ഭൂമി ഗോളാകൃതിയിലാണ് എന്ന് അടുത്ത കാലത്ത് വരെ നിഷേധിച്ചിരുന്ന ഒരു കാര്യമാണ്. സംഗതി യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഖുർആനിൽ എന്ത് ചെയ്തു? അതിന് പറ്റുന്ന സൂചനകൾ അവിടെ കൊടുത്തിട്ടു. എന്നാണോ അത് കണ്ടുപിടിച്ച് യാഥാർത്ഥ്യമായി വിളിച്ചു പറയുന്നത് അന്ന് പറഞ്ഞോട്ടെ. അന്ന് ഓൽക്ക് ഉൾക്കൊള്ളാൻ പറ്റും. യുകവ്വിറുൽ ലൈല അലൻ നഹാരി
വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. സൂറത്തു സുമർ 5. സൂറത്തു സുമറിന്റെ 5-ാമത്തെ ആയത്ത് വചനത്തിലൂടെ അല്ലാഹ് പറഞ്ഞു യുകവ്വിറുൽ ലൈല അലൻ നഹാർ. രാത്രിയെ പകലിന്റെ മേലിൽ ചുറ്റിക്കുന്നു. രാത്രിയെ പകലിന്റെ മേൽ ചുറ്റിക്കുന്നു. യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. പകലിനെ രാത്രിയുടെ മേലും. ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഭൂമി ഉരുണ്ടിട്ടാണ്. കാരണം എന്തേ? ഭൂമി സൂര്യൻ അങ്ങനെ വലയം വെക്കുന്ന സമയത്ത് കവ്വറ എന്ന് പറഞ്ഞാൽ വട്ടത്ത് ചുറ്റാന്ന് അതിന്റെ അർത്ഥം തന്നെ. വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോഴാണ്. ഒരു മെഴുകുതിരി ഇവിടെ വെച്ചു, തൊട്ടടുത്ത് ഒരു ഗ്ലോബും നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മെഴുകുതിരി വരുന്ന ഭാഗത്ത് വെളിച്ചായിരിക്കും, മറുഭാഗത്ത് ഇരുട്ടായിരിക്കും. ഇതേ രൂപത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുമ്പോ ഭൂമിയുടെ എതിർദിശയിലുള്ളവർക്ക് അവിടെ ഇരുട്ടാണ്. യുകവ്വിറുൽ ലൈല അലൻ നഹാർ. ആ വട്ടത്തിൽ ഇങ്ങനെ ലൈലും നഹാറും വട്ടത്തിൽ ഇങ്ങനെ വരണമെങ്കിൽ ഒന്നിനു പിന്നിൽ ഒന്നായി ഇങ്ങനെ വട്ടത്തിൽ വരണമെങ്കിൽ ഭൂമി ഉരുണ്ടിട്ടിരിക്കണം. പ്രയാസമൊന്നുമില്ല മനസ്സിലാക്കാൻ, ഒരു പ്രയാസവുമില്ലാതെ തന്നെ മനസ്സിലാക്കാം. യുകവ്വിറുൽ ലൈല അലൻ നഹാരി വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. അപ്പോൾ പിന്നെ ഖുർആൻ പറഞ്ഞതോ വഇലൽ അർളി കൈഫ സുതിഹത്. അത് മറ്റൊൽക്കും തിരിയണല്ലോ. വഇലൽ അർളി കൈഫ സുതിഹത് അഫലാ യൻദുറൂന ഇലൽ ലിബ്രി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ജനങ്ങൾ നോക്കുന്നില്ലേ? എന്ത്? ആകാശം എങ്ങനെയാണ് ഉയർത്തി വെച്ചത് എന്ന് നോക്കുന്നില്ലേ? പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടി വെച്ചത് എന്ന് നോക്കുന്നില്ലേ? വഇലൽ അർളി കൈഫ സുതിഹത്. ഭൂമിയിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ലേ? കൈഫ സുതിഹത്, എങ്ങനെയാണ് അതിനെ പരത്തപ്പെട്ടത്? അപ്പൊ ഭൂമി പരന്നിട്ടാണെന്നില്ലേ? പണ്ട് കാലത്ത് അതൊക്കെയായിരുന്നു കുതിര കയറിയുന്നത്. ഇന്നൊന്നും അത് പറയാൻ ഒരൊറ്റ കുട്ടിക്ക് ധൈര്യമല്ല കേട്ടോ. കാരണം എന്താ? ഈ ആയത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണ് പറയേണ്ടത്. കൈഫ സുതിഹത്, എങ്ങനെയാണ് ഭൂമിയെ പരത്തപ്പെട്ടത്? കാരണം വലിയ ഒരു ബോള്, വേഗം മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയുന്നു, ഒരു പന്ത്. ആ പന്തിന്റെ മുകളിൽ നിങ്ങളൊരു ഉറുമ്പിനെ വെക്ക്. ആ ഉറുമ്പ് ആ പന്തിന്റെ മുകളിൽ എല്ലാ ഭാഗത്തും സഞ്ചരിക്കട്ടെ, കറങ്ങട്ടെ. ആ ഉറുമ്പിനോട് ചോദിച്ചു നോക്ക്, പന്ത് പരന്നിട്ടോ ഉരുണ്ടിട്ടോ? ഉറുമ്പ് പറയും പരന്നിട്ടാണ്. കാരണം ഉറുമ്പിന് പന്ത് മുഴുവൻ കാണാൻ കഴിയൂല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അവരൊക്കെ എന്നതിന് മറുപടി പറഞ്ഞു പോയി എന്നറിയോ നിങ്ങൾ? കൈഫ സുതിഹത്. അപ്പൊ മനുഷ്യന്റെ കാഴ്ചയിൽ, പ്രഥമ കാഴ്ചയിൽ ഭൂമി പരന്നിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ വലിയ ഭൂമിയുടെ മുഖത്തൊരു മനുഷ്യൻ, അതൊരു പന്തിന്റെ പുറത്തിരിക്കുന്ന ഒരു ഉറുമ്പിന്റെ വലുപ്പവും കൂടെ അല്ല. അപ്പൊ ആ ഉറുമ്പിനെ സംബന്ധിച്ചോളം എയില പോയാലും പരന്നിങ്ങനെ കിടക്കുക. ഇത് ഉരുണ്ടിട്ടാന്ന് കാണണമെങ്കിൽ നമ്മൾ പന്ത് ഉരുണ്ടിട്ടാന്ന് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ്? പന്തിന്റെ എല്ലാ ഭാഗവും കാണുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞു പോയി മറുപടി. ഇനിയും ഇതിന്റെ പേരിൽ ഖുർആനിലെ വചനങ്ങളെ ഒരിക്കലും കൊഞ്ഞനം കുത്താൻ പാടില്ല. വൈലൽ അർളി കൈഫ സുതിഹത്. കണ്ടോ, സാധാരണക്കാരന് തിരിയുന്ന ഭാഷ അത് ഖുർആനിന്റെ ഭാഷയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവനും കണ്ടുപിടുത്ത യുഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഭൂമി ഉരുണ്ടിട്ടാണെന്ന് മനസ്സിലാകുന്ന ഒരു വചനം ഇല്ലെങ്കിലേ എന്ന് വിഷമമുള്ളൂ. മറ്റേത് പറയുന്നതിന് കുഴപ്പമില്ല. കാരണം നമ്മുടെയൊക്കെ കാഴ്ചയിൽ ഭൂമി പരന്നിട്ടാ ഉള്ളത്. അപ്പൊ നമുക്ക് താമസയോഗ്യമാക്കി തന്നു എന്നതുമാണ് അവിടുത്തെ വിഷയം. അപ്പൊ പരന്ന ഭൂമി എന്ന് പറയണം. അത് നമ്മുടെ കാഴ്ചയിൽ പരന്ന ഭൂമി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നോക്ക് നിങ്ങൾ. അങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചു വന്നപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. എന്തേ കാരണം? റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിലെ ഓരോ പോയിന്റും, ഒരു രാജ്യം എന്നെടുത്തോ, അല്ലെങ്കിൽ ഒരു പോയിന്റ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഭൂമുഖത്തുള്ള ഏതൊരു സ്ഥലവും ലഹു മശ്രിഖുൻ വലഹു മഗ്രിബ്, അതിന് ഒരു ഉദയ സ്ഥാനവും ഒരു അസ്തമയ സ്ഥാനവും ഉണ്ടാകും. ഉറപ്പല്ലേ? സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മശ്രിഖും ഉണ്ട്, ഒരു മഗ്രിബും ഉണ്ട്. അതുപോലെ വേറുള്ള ടീമിനും ഉണ്ട് അതുപോലെ മശ്രിഖും മഗ്രിബും ഉണ്ട്. അപ്പൊ ഭൂമിയിലെ ഏതൊരു പോയിന്റിൽ നിന്ന് നോക്കുന്ന ആൾക്കും മശ്രിഖും മഗ്രിബും ഉണ്ട്. അതാണ് പറഞ്ഞത് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ആ പൊതുവീക്ഷണത്തിലാ പറഞ്ഞത്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിന്റെ അസ്തമയ സ്ഥാനത്തിന്റെയും ഉദയസ്ഥാനത്തിന്റെയും രക്ഷിതാവ് എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. കാരണം ഏത് ഭൂമിയിൽ നിൽക്കുന്നവനും ഈ അഭിസംബോധന വരുമ്പോൾ അവന് ബോധ്യപ്പെടും അവന്റെ മശ്രിഖും മഗ്രിബും. അങ്ങനെ നമ്മളിങ്ങനെ വളർന്നു. കുറച്ച് വളർന്നപ്പോൾ നമ്മൾ കേൾക്കുകയാണ്, മോനെ നിനക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ വേറെ ഒരു ടീമിനെ അസ്തമിക്കുന്നുണ്ട്, നിനക്ക് അസ്തമിക്കുമ്പോൾ അവർക്ക് ഉദിക്കുന്നുണ്ട്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതോടുകൂടെ നമുക്കത് ബോധ്യപ്പെട്ടു. എന്നല്ല എല്ലായിടങ്ങളിലും ഇങ്ങനെ സംഭവിക്കാം. ഒരു രാജ്യത്ത്
ഉദയമുണ്ടാകുമ്പോൾ മറ്റൊരു രാജ്യത്ത് അസ്തമയം, ഭൂമി ഉരുണ്ടിട്ടാകുമ്പോൾ എന്തായാലും അതുണ്ടാകുന്ന ഉറപ്പല്ലേ? അപ്പൊ പല വിഭാഗം ജനങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഓരോരുത്തരും നിൽക്കുന്ന സ്ഥലം മശ്രിക്കും മഗ്രിബുമായിരിക്കും. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥലമായിരിക്കും. 2 അസ്തമയ സ്ഥലങ്ങളുണ്ട്, 2 ഉദിപ്പ് സ്ഥാനങ്ങളുണ്ട് എന്ന് പറയുന്നതിന് തെറ്റില്ല. അങ്ങനെയാണ് റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ ട്രാക്കിലൂടെയാണ് സൂര്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തിയപ്പോൾ, ഓരോ ദിവസത്തേക്കും ഓരോ മശ്രിക്കും മഗ്രിബും ഉണ്ടെന്ന് വന്നപ്പോൾ ആ സാധ്യതയും കൂടെ വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്, ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബ് തആല വിവരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും 3 വീക്ഷണത്തിലാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ മതി. റബ്ബിൽ മശാരിഖി വറബ്ബിൽ ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. അല്ലാഹ് പറയുന്നു, ഈ ഉദയവും അസ്തമയവും ഇല്ലായിരുന്നെങ്കിൽ രാവും പകലും ഉണ്ടാകൂലായിരുന്നു. രാവും പകലും ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? നിങ്ങൾ നേരം വെളുത്തു വൈകുന്നേരം വരെ എല്ല് മുറിയെ അധ്വാനിച്ച്, ചോര നീരാക്കി അധ്വാനിച്ച്, രാത്രി ഒന്ന് വന്നങ്ങ് കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് ആവേശത്തോടെ ജോലിക്ക് പോകാം. ഒരു രാവ് ഉറക്കൊഴിച്ചാൽ പിറ്റേന്ന് ജോലിക്ക് പോകാൻ കഴിയില്ല. എപ്പോഴും വെളിച്ചമായിരുന്നെങ്കിൽ നിങ്ങൾക്കുറങ്ങാൻ രാത്രി ആരാ കൊണ്ടുവരിക? എപ്പോഴും വെളിച്ചമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ രാത്രി ആര് കൊണ്ടുവന്ന് തരും? എപ്പോഴും ഇരുട്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ വെളിച്ചമാര് കൊണ്ടുവന്നു തരും? അള്ളാഹു സൂറത്തുൽ ഖസസിലൂടെ ഈ കാര്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉദയാസ്തമയങ്ങളെ കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്, സീസണുകൾ ഉണ്ടാകുന്നത്, വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഉണ്ടാകുന്നത്, തണുപ്പും ചൂടുമൊക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമായേനെ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇല്ല റബ്ബേ, നീ ഒരുക്കി വെച്ചതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളാണ്. ഒന്നുപോലും നിഷേധിക്കാൻ ഈ സാധുക്കൾ ഒരുങ്ങുന്നില്ല. പഠിച്ചവനെ, ഞങ്ങൾക്കതിന് സാധ്യമല്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹു വീണ്ടും ആ ചോദ്യം ചോദിച്ച് ഇനി അള്ളാഹു പോകുന്നത് റബ്ബുൽ മറജൽ ബഹ്റൈനി യൽതഖിയാൻ. മറജൽ ബഹ്റൈനി, അള്ളാഹു 2 സമുദ്രങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. മറജൽ ബഹ്റൈൻ, 2 സമുദ്രങ്ങളെ അള്ളാഹു സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. യൽതഖിയാൻ, ആ 2 സമുദ്രങ്ങൾ ചെന്ന് ഒരുമിച്ച് ചേരുന്നു, കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ 2 സമുദ്രങ്ങൾ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. അത് രണ്ടും കൂടെ ഒരഴിമുഖത്തൊന്നിക്കുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 സമുദ്രങ്ങളുടെ സംഗമ ഭൂമികക്കാണ് അഴിമുഖം എന്ന് നമ്മൾ പറയാറുള്ളത്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 സമുദ്രങ്ങൾ വന്ന് ഒരിടത്ത് കൂടുന്നു. കൂടിയിട്ട് കിലോമീറ്ററുകളോളം ആ വെള്ളം കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്ന 2 സമുദ്രങ്ങളെ ഞാൻ സ്വതന്ത്രമായി ഒരുമിച്ച് ഒഴുകാൻ വിട്ട് അവ പരസ്പരം കൂടിച്ചേർന്നിട്ടും ബൈനഹുമാ ബർസഖുൻ, അവക്കിടയിൽ എന്തോ ഒരു കർട്ടനുണ്ട്, ഒരു മറയുണ്ട്. ലാ യബ്ഗിയാനി, ഒന്നിന്റെ മറ പൊളിക്കുന്നില്ല, ഒന്നൊന്നിനെ ആക്രമിക്കുന്നില്ല. ഉപ്പുവെള്ളം ഉപ്പുവെള്ളമായി തന്നെ പോകുന്നു, ശുദ്ധജലം ശുദ്ധജലമായിട്ട് തന്നെ പോകുന്നു. ഒരു ഭാഗത്ത് കോറിയാൽ ഇങ്ങേ കരയിൽ നിന്ന് കോറിയാൽ ശുദ്ധജലമാണ്, അങ്ങേ കരയിൽ നിന്ന് ചെന്ന് കോറിയാൽ അത് ഉപ്പുജലമാണ്. ഇങ്ങനെ 2 സമുദ്രങ്ങളെ ഞാൻ ഭൂമിയിൽ ഒഴുകാൻ വിട്ടില്ലേ എന്ന് പടച്ച റബ്ബ് ചോദിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക. ചില കടലുകളിൽ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്, ശുദ്ധജലവും ഉപ്പുവെള്ളവും വന്ന് ചേർന്ന് ഇവ രണ്ടും കടലിൽ കിലോമീറ്ററുകളോളം ഒഴുകിയിട്ട് ഒരു ഭാഗത്ത് നല്ല ഉപ്പുജലം, കഴിക്കുന്ന ഉപ്പുജലമാണ്, മറുഭാഗത്ത് സ്വാദിഷ്ടമായ ശുദ്ധജലവുമാണ്.
അത് പരസ്പരം ഒന്നൊന്നിൽ കൂടിച്ചേരുന്നില്ല. ഇങ്ങനെ പോകുന്ന നദികളുണ്ട്. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും അവയുടെ അഴിമുഖത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. രണ്ട് വെള്ളവും വന്നു ചേർന്ന് യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും വെള്ളം വന്നു ചേരുന്ന അഴിമുഖത്ത് ഏകദേശം 100 നാഴികയോളം രണ്ട് വെള്ളവും ഇങ്ങനെ പോകുന്നു. ഒന്നൊന്നിനോട് കൂടിക്കലരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇരുമ്പിന്റെ ഭിത്തി കാണുന്നില്ല, ചുമരിന്റെ ഭിത്തികളില്ല. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഇൻസ് ജിന്ന് വർഗമേ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഉള്ളിൽ തട്ടി പറയണം. ഓരോ കണ്ടുപിടുത്തങ്ങളും ഇതാ നമ്മൾ പറഞ്ഞത്. സനുരീഹിമായാത്തിനാ ഫിൽ ആഫാഖ്. വരുമ്പോൾ ഖുർആനിൽ നമുക്ക് ഇങ്ങനെ ഈമാൻ കൂടി 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 ഇങ്ങനെ വരികയാണ്. ഈ ഖുർആൻ പറഞ്ഞ സ്വർഗവും നരകവും പിന്നെ നടക്കുന്നുറപ്പല്ലേ? ഞാൻ ഇപ്പോഴും ആലോചിക്കുക, കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു സഹോദരൻ നരക സ്വർഗ പരാമർശം കേട്ടു. 10 ദിവസം കേട്ടു. 10 ദിവസം കേട്ടപ്പോൾ 9 ദിവസവും അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം, ഇയാളൊരു മുസ്ലിയാരാണ്, ഇയാൾ ഇതൊക്കെ പറയണം, കാരണം അയാളുടെ ചുമതല അതാണല്ലോ, നരകവും സ്വർഗവും ഒക്കെ പറയലാണ് അയാളുടെ ജോലി. അങ്ങനെ തന്നെ ആയിരുന്നത്. അയാൾ എന്നെ പറഞ്ഞു എന്നോട് 10ാമത്തെ ദിവസം, ഞാൻ ഉസ്താദിന്റെ ക്ലാസ്സിൽ 9 ദിവസം ഇരുന്നത് അങ്ങനെയാ. 10ാമത്തെ ദിവസം ഞാൻ ഭ്രൂണശാസ്ത്രത്തിലെ രഹസ്യം പറഞ്ഞു, സൂറത്തുൽ മുഅ്മിനൂനയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്. അത് കേട്ടപ്പോൾ ഇതേക്കുറിച്ച് ഇയാൾക്ക് കുറച്ച് പിടിപാടുണ്ട്. ഏതോ ഒരു ഡോക്ടർ എഴുതിയ പുസ്തകം വായിച്ചിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഉസ്താദേ, റൂം വന്നിട്ട് പറയാൻ, ഇന്നത്തെ ക്ലാസ് കേട്ടതോടുകൂടെ കഴിഞ്ഞ 9 ക്ലാസ്സും ബോധ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് അന്ന് നല്ല മനസ്സോടെ ശ്രദ്ധിക്കായിരുന്നു. അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് നിങ്ങളൊരു യാഥാസ്ഥികൻ, ലോകം തിരിയാത്ത ഒരാൾ, അങ്ങനെയാണ് ഞാനതിനെ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ അന്ന് എനിക്കൊരു പാഠം കിട്ടിയിട്ടുണ്ട്, പറയുന്നത് 1ാമത്തെ ദിവസം പറയണം. അത് 1ാമത്തെ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ ഈ 9 ദിവസം ഇയാൾ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ചിത്രമെങ്കിലും 1ാമത്തെ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ. അപ്പം ഏതാവട്ടെ, ആ ലാസ്റ്റ് ദിവസം പറഞ്ഞപ്പോൾ എൻ്റെ വിഷയം അതായിരുന്നു, പരലോകം ഖുർആനിൽ എന്നതായിരുന്നു. 10 ദിവസം ആ വിഷയം മാത്രമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാഹ് അത്തരം ഒരു ചർച്ചയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് മനുഷ്യന് വെറുതെ ഈമാനിളകും, നന്നാവും. ആര് പറഞ്ഞു നന്നാവൂല? തീർച്ചയായിട്ടും നന്നാവും. നരകവും സ്വർഗവും ഒക്കെ കേട്ടിട്ട് നന്നാവാതിരിക്കേ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേദി ഒരുങ്ങിയെങ്കിൽ അങ്ങനെ ഒരു വേദിയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിൽക്കാലത്ത് സംഘടിപ്പിക്കാം. ഒരു 8 10 ദിവസങ്ങൾ വെച്ചിട്ട് 10 ദിവസം പരലോകം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പരലോകം, പുനരുത്ഥാനം, ഹിസാബ്, സ്വർഗം, നരകം, അതൊക്കെ പറയുമ്പോൾ നമ്മൾ നന്നാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇറാഖിലെ ഈ 2 നദികൾക്ക് ഈ പ്രത്യേകതയുണ്ട് എന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ വേറെയും സമുദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രവും മഹാസമുദ്രവും അതുപോലെ തന്നെ മെഡിറ്ററേനിയവും എന്ന് പറഞ്ഞാൽ മധ്യധരണ്യായിക എന്നാണ് ഇതിന്റെ പേര്. ആ 2 സമുദ്രങ്ങളും ഇതുപോലെ അഴിമുഖത്ത് ധാരാളം കിലോമീറ്ററുകളോളം വെള്ളം ഒരുമിച്ചൊഴുകിയിട്ടും ഒരു വെള്ളത്തെ ആക്രമിക്കുന്നില്ല. ഈ 2 ബഹറുകളെ കുറിച്ച് തന്നെയാണ് ഖുർആൻ ഈ പറഞ്ഞത് എന്നൊന്നും നമ്മൾ തീർച്ചപ്പെടുത്തി പറയുന്നില്ല. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് അങ്ങനെ ആവാം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. എന്നാൽ ഖുർആൻ എക്കാലത്തും പ്രസക്തമായ ഒന്ന് പറയാലോ അതിലൂടെ. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞു, ഖുർആൻ ഈ പറഞ്ഞത് ഒന്ന് ശുദ്ധജലം, ഭൂമിയിൽ അല്ലാഹു ചിലത് കടലാണ്, ചിലത് പുഴയാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാനി എന്ന് പറഞ്ഞാൽ ഉപ്പുരസമുള്ള കടൽ തൊട്ടടുത്തുകൂടെ ഒഴുകുന്നു, അതുപോലെ തന്നെ തൊട്ടടുത്തുകൂടെ ശുദ്ധജലമുള്ള പുഴയും ഒഴുകുന്നു. ആ 2ന്റെയും ഇടയിൽ കുറെ ഭൂമിയുടെ മറയുണ്ട്. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മണ്ണ് തന്നെ, അതിന്റെ ഇടയിൽ മറയുണ്ട്. ലാ യബ്ഗിയാൻ, ഒന്നൊന്നിനെ ആക്രമിക്കാത്ത മറയുണ്ടെന്ന് പറഞ്ഞാൽ മണ്ണാവാം. ഏറ്റവും നല്ല ഫിൽറ്ററാണ് മണ്ണ്, അത് ശുദ്ധീകരിക്കുന്നു. ഇതിൽ നിന്ന് അങ്ങോട്ട് ചേർന്ന് ആ ഉപ്പുരസത്തെ കുറയ്ക്കുകയോ ഉപ്പുരസം ഇങ്ങോട്ട് കിനിഞ്ഞുവെന്ന് ഈ ശുദ്ധജലത്തിൽ ഉപ്പുരസം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ചില കടലോരങ്ങളിലൊക്കെ നമുക്ക് കാണാം കിണറുകൾ കുഴിച്ചത് ജനങ്ങൾക്ക്, നാട്ടിൻ പുറത്ത് ജനങ്ങൾ കിണർ കുഴിച്ചിരിക്കുന്നു. കടലിൽ കയ്ക്കുന്ന ഉപ്പുജലം, ഇവിടെയോ കടപ്പുറത്തോ വെള്ളം ശുദ്ധമായ ജലവും. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അവ പുഴയും കടലും അത് രണ്ടും അല്ലാഹു ഭൂമിയിൽ ധാരാളം ഒഴുകാൻ വിട്ടു, ഒന്നൊന്നിനെ ആക്രമിക്കാത്ത രൂപത്തിൽ ശക്തമായ ഒരു മറയോടുകൂടെ. ബഹുമാനപ്പെട്ട ഇമാം നസഫി പറഞ്ഞു, ബർസഖ് എന്ന് പറഞ്ഞാൽ ഇമാം നസഫിയുടെ കാഴ്ചപ്പാടിൽ ഹാജിസും മിൻ ഖുദ്റത്തില്ല, അല്ലാഹുവിന്റെ ഖുദ്റത്താകുന്ന ഒരു മറ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ 2 പ്രത്യേക
സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞതുമാവാം. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. മറ്റേതുണ്ട്, ആ പറഞ്ഞത് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു. ഒരു പക്ഷേ അപ്പറഞ്ഞതിന്റെ വിശദീകരണമാകാം ഇത്. വഹുവല്ലദീ മറജൽ ബഹ്റൈൻ. അല്ലാഹു ഇരു സമുദ്രങ്ങളെ ഒഴുകാൻ വിട്ടവനാണ്. വഹുവല്ലദീ മറജൽ ബഹ്റൈൻ, കടലും പുഴയും. ഹാദാ അദ്ബുൻ ഫുറാത്ത്, ഇത് ശുദ്ധമായ വെള്ളമാണ്, തെളിഞ്ഞ ശുദ്ധജലമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്, തൊട്ടടുത്തുള്ള ഈ കടലോ അത് കൈക്കുന്ന ഉപ്പുരസവുമാണ്. ഖുർആൻ തന്നെ പറയാ, ഹാദാ അദ്ബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖാ. അതിനിടയിൽ അല്ലാഹു ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ട്. വഹിജ്റം മഹ്ജൂറ, കടുത്ത ഒരു ഭിത്തി അതിനുള്ളിൽ ഇട്ടിരിക്കുന്നു അതിനിടയിൽ. അതുകൊണ്ട് ഒന്നൊന്നിനെ ആക്രമിക്കാതെ പോകുന്നു. അത് ഭൂമിയാണ് മറയായത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ പോവുകയാണ്. ഇനി അല്ലാഹു തആല പറയുന്നു, അപ്പം വെള്ളം, ഉപ്പുവെള്ളവും അതുപോലെ തന്നെ ശുദ്ധജലവും സൃഷ്ടിച്ചു എന്നതൊരു വലിയ കാര്യമാണ്. ഉറപ്പല്ലേ? ഉപ്പുജലം ഉള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. കടലുകൊണ്ട് ധാരാളം കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രസംഗത്തിൽ ചെറിയ ഒരു ഭാഗം കടന്നു വരും. അപ്പോൾ പറയാം. കടലിലേക്ക് ഇറങ്ങാൻ കഴിയോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിൽ ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. ഇതാ പറയുന്നു, യഖ്റുജു മിൻഹുമൽ ലുഅ്ലു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. യഖ്റുജു മിൻഹുമൽ ലുഅ്ലു, ആ സമുദ്രങ്ങളിൽ നിന്നും മുത്ത് പുറത്തെടുക്കുന്നു. യഖ്റുജു മിൻഹുമൽ ലുഅ്ലു, അതിൽ നിന്നാണ് മുത്ത് പുറത്തേക്ക് വരുന്നത്. വൽ മർജാൻ, പവിഴവും പുറത്തു വരുന്നത് അതിൽ നിന്നാണ്. നിങ്ങൾക്കുള്ള പല അലങ്കാര വസ്തുക്കളും അവിടെ കിടക്കുന്നുണ്ട്. കടലിൽ ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ നാളെ ചെറിയ രൂപത്തിൽ ഖുർആനിലെ ആയത്തുകൾ വെച്ച് തന്നെ സൂചിപ്പിക്കാം. ഭൂമിയിലുള്ളതിലേറെ സമൃദ്ധിയുള്ളത് കടലിലാണ്. അത് ഇറങ്ങി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മനുഷ്യനോട് മുങ്ങിയെടുക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഭൂമിയിലുള്ളതിലേറെ സമൃദ്ധി എവിടെ തന്നെയാണ്? കടലിൽ തന്നെയാണ്, സംശയിക്കാനില്ല. കാരണം ഭൂമി ചെറിയ ഭാഗമല്ലേ ഉള്ളൂ. കര, ഭൂമി എന്ന് പറഞ്ഞാൽ കരയാണ് ഉദ്ദേശിച്ചത്. കരയും കടലും കൂടെ കൂടിയതാ ഭൂമി. കരയിൽ കുറച്ചേ ഉള്ളൂ, കടലിൽ ധാരാളമുണ്ട്. അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, അല്ലാഹ് വിലക്കിയിട്ടില്ല. ഏതാവട്ടെ, അതിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അലങ്കാര വസ്തുക്കൾ, മുത്തും രത്നവും പവിഴവുമൊക്കെ അതിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഇത് പറയുമ്പോഴും ചെറിയ ഒരു സംശയം ഇവിടെ വരുന്നു. അതിനും കൂടെ മറുപടി പറഞ്ഞ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ വചനവും കൂടെ ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രസംഗം നിർത്തും. കൃത്യം 9:45 നമ്മുടെ പ്രസംഗം അവസാനിച്ചിരിക്കും. കാരണം 2 മണിക്കൂർ അത് തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ നമ്മൾ 7:45 7:00 തന്നെ തുടങ്ങണം, എന്നെങ്കിലേ 9:30 നിർത്താൻ പറ്റുള്ളൂ. യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. ഇവിടെ ഉള്ളത് ഈ രത്നവും മുത്തും ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞ്, പവിഴവും ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞ് കടലിൽ നിന്നല്ലേ? ഒരു കടലും അതുപോലെ തന്നെ ശുദ്ധജലം ഒഴുകുന്ന പുഴയും ഇതേക്കുറിച്ചാണ് ഈ പറഞ്ഞതെങ്കിൽ കടലിൽ നിന്നു മാത്രമാണല്ലോ യഥാർത്ഥത്തിൽ ഈ സാധനം കിട്ടുന്നത്. പിന്നെ മിൻഹുമ, അത് രണ്ടിൽ നിന്നും പുറത്തു വരുമെന്നെങ്ങനെയാ പറയുന്നത്? യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ, യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതേക്കുറിച്ച് പറയുമ്പം ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു മറുപടി എനിക്ക് ആദ്യമായി പറയാൻ തോന്നുന്നത് അതാണ്. കുറേ പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ ഇതേക്കുറിച്ച് മറുപടി. രണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് എന്നാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെ പറയാറുണ്ട്, സ്വാഭാവികമായി അങ്ങനെയൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഏത് രണ്ടെണ്ണത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാറുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ മലപ്പുറത്ത് നിന്ന് വന്നു എന്ന് പറയുമ്പോൾ മലപ്പുറം മൊത്തം, ആ രാജ്യത്തിൽ നിന്ന് മൊത്തമല്ല ഞാൻ വന്നത്, ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നിന്നാ. എന്നാലും പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളാണ് വ്യാഖ്യാനങ്ങളുടെ കൂട്ടത്തിൽ. എന്നാൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹ് പറയുന്നു യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ 2 നിലക്കതിന് മറുപടി പറയുന്നു. ഒന്നാമത്തെ മറുപടി എനിക്ക് ആദ്യം പറയാനുള്ളത്, അന്ന ളാഹിറ കലാമില്ലാഹി ഔലാ ബിൽ ഇഅ്തിബാരി മിൻ കലാമി ബഅദിൻ നാസി അല്ലദീ ലാ യൂസഖു ബിഖൗലിഹി. അതെ,
ആരേ നിന്നോട് പറഞ്ഞത് കടലിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ, വലിയ വലിയ പുഴയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ഇവിടുത്തെ മുങ്ങൽ വിദഗ്ധന്മാർ, ഇത് എടുത്തുകൊണ്ടുവരുന്ന മുങ്ങൽ വിദഗ്ധന്മാർ പറഞ്ഞതല്ലേ. വന്നൽ ഖവ്വാസീന മാ ഖറജൂഹു ഇല്ലാ മിനൽ മാലിഹി, ഉപ്പുവെള്ളത്തിൽ നിന്നല്ലാതെ അവരത് പുറത്തെടുത്തിട്ടില്ല. വമാ വജദൂഹു ഇല്ലാ ഫീഹി, അവിടെ അല്ലാതെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പ്രത്യക്ഷാർത്ഥം ബാഹ്യാർത്ഥം രണ്ട് സ്ഥലത്തു നിന്നും കിട്ടും. അന്വേഷിക്കട്ടെ, അന്വേഷകർ അന്വേഷിക്കട്ടെ. എന്നാൽ അവർ ഇറങ്ങി വരികയാണെങ്കിൽ ഒരു പക്ഷേ പുഴയിൽ നിന്നും കിട്ടിക്കൂടായികയില്ല. അപ്പം അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, ശാസ്ത്രത്തിനൊപ്പിച്ച് വെച്ച് കെട്ടിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് പുഴയിൽ നിന്ന് ഇത് കിട്ടാൻ തുടങ്ങിയാൽ, വലിയ വലിയ പുഴയിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയാൽ അപ്പൊ നമ്മൾ വലയും. യഖ്റുജു മിൻഹുമൽ ലുഉലു വൽ മർജാൻ. ഏതുപോലെ ഏഴാകാശമുണ്ടെന്ന് പറഞ്ഞു. സബ്അ സമാവാത്തിൻ തിബാഖ, അത് ഇന്ന് ശാസ്ത്രം നിഷേധിക്കുന്ന കാര്യമാണ്. ഒരാകാശം തന്നെ എന്താന്ന് അവർക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. അത് തന്നെ പറയാൻ കഴിയാത്ത അവർ ഏഴാകാശത്തെ നിഷേധിക്കാൻ വരണ്ട. ധൈര്യമായി നിൽക്കാം. നമുക്ക് ഒരു കാലത്ത് ഏഴാകാശമുണ്ടെന്ന് പറഞ്ഞേക്കാം, കണ്ടെത്തും തന്നെ എന്ന് നമുക്ക് പറയാം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. അങ്ങനെ വന്നെങ്കിൽ അന്ന് നമുക്ക് ഞെളിഞ്ഞു നിൽക്കാം. അതുകൊണ്ട് നമ്മൾ ഒപ്പിക്കേണ്ടതില്ല. പലരും മുടന്തൻ വ്യാഖ്യാനങ്ങൾ പറഞ്ഞതിനെയൊക്കെ ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് കുളമാക്കാൻ വേണ്ടി ശ്രമിച്ച പല വ്യാഖ്യാതാക്കളുമുണ്ട്. ആധുനിക ഖുർആൻ എഴുത്തുകാരിൽ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നാനാകാശത്ത് തന്നെയുള്ള പാളികളെ കുറിച്ചാണ് ഈ ഏഴാകാശങ്ങൾ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല. കാരണം നബിതങ്ങൾ പറഞ്ഞു, ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ 500 കൊല്ലത്തെ വൈദൂരമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതുണ്ടാകുമ്പോൾ നമുക്ക് അവിടെ തന്നെ നിൽക്കാം, പേടിക്കേണ്ടതില്ല. ഞാനൊരിക്കൽ പഴയ കാലത്ത് ISRO ആയിരുന്ന ഡോക്ടർ അബ്ദുസലാം, അപ്പം അദ്ദേഹം അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തോടൊരിക്കൽ ഞാൻ ചോദിച്ചു, സാറേ അദ്ദേഹത്തിന് ആ വിഷയമായിട്ട് കുറച്ച് ബന്ധം ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചു, 7 ആകാശമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, സക്കാഫി തിടുക്കം കൂട്ടണ്ട, ശാസ്ത്രം കുറച്ച് ഇന്നോ നാളെയോ അത് പറയും. അപ്പം നമ്മൾ തിടുക്കം കൂട്ടി പാളികളാണ്, ഉള്ളിപ്പാട പോലെയുള്ള പാളികളാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. കാരണം ഹദീസിൽ വ്യക്തമായിട്ടുള്ളത് 500 കൊല്ലത്തെ വൈദൂരമുണ്ട്, ഓരോ ആകാശത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് അവിടെ തന്നെ നിൽക്കാം. ഇവർ കണ്ടെത്തിയിട്ടില്ല. എത്തിയേക്കാം, എത്തൽ നിർബന്ധമില്ല. പക്ഷെ ഏതാവട്ടെ അള്ളാഹു പറഞ്ഞത് അത്തരത്തിൽ വിശ്വസിക്കാം നമുക്ക്. കാരണം അതെന്താ, 7 ആകാശം തട്ടായി പടച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുപോലെ 7 ഭൂമി, 7 ആകാശം മാത്രമല്ല 7 ഭൂമിയുണ്ട്. അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്നതുപോലെ മഹാനവറുകൾ പറയാണ്, ഒരു പക്ഷേ പുഴയെന്ന് ഇത് കിട്ടുമെങ്കിലോ എന്ന് ചോദിച്ചു. ഒന്നാമത്തെ മറുപടി, ആർക്കും ഇത് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല, കിട്ടിയോടത്തോളം അത്രയേ ഉള്ളൂ എന്നേ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി അവർ പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ തന്നെ ഈ 2 സമുദ്രങ്ങൾ ചെന്ന് ചേരുന്ന അഴിമുഖത്താണ് ഈ ചിപ്പികൾ രൂപപ്പെടുന്നത്. ആ ചിപ്പിക്കകത്ത് മുത്ത് വന്നുറക്കുമ്പോൾ അത് കേടുവരാതിരിക്കാൻ അതാ ഈ ഉപ്പുജലത്തിലേക്ക് അങ്ങോട്ട് ഒഴുകിപ്പോകുകയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ റാസി ഇമാമൊക്കെ ഇന്നാണ് ജീവിച്ചത് എങ്കിൽ എന്തെല്ലാം കാണുമായിരുന്നു വിശുദ്ധ ഖുർആനിൽ, അല്ലെ? ആ കാലത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മഹാനവറുകൾ പറഞ്ഞു. അത് അഴിമുഖത്ത് വെച്ച് രൂപപ്പെട്ടിട്ട് പിന്നീട് അന്നഹു യതവല്ലദു ഫീ മുൽതഖാഹുമാ സുമ്മ യദ്ഖുലു സദഫു ഫിൽ മാലിഹി ഇൻദൻ ഇഖാദി ദുർരി ഫീഹി ത്വാലിബൻ ലിൽ മുലൂഹ. ഉപ്പുരസം കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പിലിട്ടാൽ സാധനം ദുഷിക്കൂലല്ലോ, അങ്ങോട്ട് പോവുകയാണ്. ഉപ്പും തേടി പിന്നീട് അങ്ങോട്ട് ഒഴുകി പോവുകയാണ്. ഇത് രൂപപ്പെടുന്നത് അവിടെ നിന്നാണ്. ഇത് എസ് വെക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ മുങ്ങൽ വിദഗ്ധന്മാരിൽ ഭൂരിപക്ഷ ആളുകളും പറഞ്ഞത് ഖാലൽ ജുംഹൂർ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യഖ്റുജു മിനൽ ഉജാജി, ഉപ്പുരസമുള്ള വെള്ളത്തിൽ നിന്ന് അത് കിട്ടല്. പക്ഷെ അതന്നെ എവിടെന്നാ കിട്ടുക? മിനൽ മവാദിഇല്ലതി യഖഉ ഫീഹൽ അൻഹാറു വൽ മിയാഹുൽ അദ്ബ, ശുദ്ധജലവും പുഴയും ഒക്കെ വന്ന് ചേരുന്ന അഴിമുഖത്തു നിന്നാ ഇത് കിട്ടല്. വഹാദാ മഷ്ഹൂറുൻ ഇൻദൽ ഗവ്വാസീൻ, മുങ്ങൽ വിദഗ്ധന്മാരുടെ അടുത്ത് വളരെ മഷ്ഹൂറായ പ്രസിദ്ധമായ അഭിപ്രായമാണിത് എന്ന് ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഇത് കൂടുതൽ കിട്ടുന്നതെങ്കിൽ അതിന്റെ ഉൽപാദനം നടക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കടലിൽ നിന്ന് കിട്ടുന്നു എന്നാണ് പറഞ്ഞത്. ജനിക്കുന്നത് ഇവിടെ വെച്ചാണെങ്കിൽ എന്തേ? യഖ്റുജു മിൻഹുമ, 2ൽ നിന്നുമാണ് പുറത്തേക്ക് വരുന്നത്. യഖ്റുജു മിൻഹുമൽ ലുഉലു വൽ മർജാൻ, മുത്തും പവിഴവും അതിൽ നിന്ന് പുറത്തു വരുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു,
ഇല്ല റബ്ബേ, ഞങ്ങളൊന്നും നിഷേധിക്കാൻ തയ്യാറല്ല. ഇത് നമ്മൾ അല്ലാഹുവിനോട് പ്രതികരിക്കണം. ഇനി അതാ പറയുന്ന ഒരൊറ്റ വാക്കും കൂടെ, വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം. അത് വലിയ ഒരു അത്ഭുത ഖുർആനിന്റെ ഒരു പ്രവചനമാണിതെന്ന് പറയാം. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം. കടലിലൂടെ ഉയർന്ന കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലഹുൽ ജവാരി, ഒഴുകുന്ന കപ്പലുകൾ പടച്ചറബിന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെതാണ്. വലഹുൽ ജവാരി, അള്ളാഹുവിൻ്റെതാണ്. അൽ ജവാരിൽ മുൻശആതു, ഉയർന്നു നിൽക്കുന്ന കടലിലൂടെ, ഫിൽ ബഹരി, കടലിൽ ഒഴുകുന്ന കപ്പലുകൾ, കൽ അഅലാം, പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾ. ഇത് ഖുർആനിന്റെ ഒരു പ്രവചനമായി നമുക്കെടുക്കാം. എന്തേ കാരണം? ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് പർവ്വതങ്ങളെപ്പോലെ ഒഴുകുന്ന കപ്പലുകൾ കടലിലില്ല. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം. ക്രിസ്താബ്ദ 500-കളില് അല്ലെങ്കിൽ 600-ന്റെ തുടക്കത്തില് ഇങ്ങനെ ഒരു കപ്പലില്ല. കപ്പൽ യുഗം എന്ന് പറഞ്ഞാൽ പിന്നിട്ട് വന്ന യുഗാന്തരങ്ങളിലുണ്ടായ വലിയ ഒരു മുന്നേറ്റമാണ് കപ്പൽ രംഗത്തുണ്ടായത്. കപ്പൽ രംഗത്ത് വിപ്ലവകരമായ ഒരു മുന്നേറ്റം ദൃശ്യമായത് എന്നാണെന്നറിയോ? ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടെയാണ് അത്ഭുതകരമായ മുന്നേറ്റം കപ്പൽ രംഗത്ത്, കടൽ വാഹന രംഗത്ത് നമുക്ക് പ്രത്യക്ഷമായത്, പ്രകടമായത്. ആവിയന്ത്രം കണ്ടുപിടിച്ചതിന് മുമ്പ്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? സുബ്ഹാനല്ലാഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലൊക്കെ ഇന്നാ ഹമൽനാഹു, അല്ലാഹ് പറഞ്ഞില്ലേ, നൂഹ് നബിയാണല്ലോ ആദ്യമായി കപ്പലുണ്ടാക്കിയത്. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ, സൂറത്തുൽ ഖമർ 13. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ. അന്ന് നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിന്റെ യഥാർത്ഥത്തിൽ ആദ്യത്തെ കണ്ടുപിടുത്തക്കാരനാണ് നൂഹ് നബി അലൈഹി സ്വലാം. അള്ളാഹു പറഞ്ഞു, എൻ്റെ കൺമുമ്പിൽ നിങ്ങൾ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽനോട്ടത്തിൽ. അങ്ങനെയാണ്. ഇസ്നാഇൽ ഫുൽക ബിഅയുനിനാ എന്ന് പറഞ്ഞപ്പോൾ ചിലർ അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഈ മലയാള ഭാഷ അറിയാൻ എന്താ ചെയ്യാം? മലയാള ഭാഷ അറിഞ്ഞാൽ എൻ്റെ കൺമുമ്പിലാണ് അതിൻ്റെ നിർമ്മാണം നടത്തേണ്ടത്. ഞാൻ അങ്ങനെ കാണുന്നത് എൻ്റെ മേൽനോട്ടത്തിൽ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് കണ്ണുണ്ട്, ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നൊന്നുമല്ല. ഞാൻ പറയും പോലെയൊക്കെ ചെയ്യണം, അതേ അതിനർത്ഥമുള്ളൂ. അപ്പൊ അതേ രൂപത്തിലാണ് ആ പറഞ്ഞത്. ഏതാവട്ടെ, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി. അതേക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു, വഹമൽനാഹു, നൂഹ് നബിയെ നാം വഹിച്ചു, അലാ ദാത്തി അൽവാഹിം വദുസുർ, കപ്പലുകൾ പിടിച്ചു കെട്ടുന്ന ഏതാനും നാടകൾ, കയറുകൾ, കപ്പലിന്റെ പലകകൾ അടുപ്പിച്ച് കെട്ടാനുള്ള കയറ്, ഇതാണ് ദുസുർ. അല്ലാതെ നൂഹ് നബിന്റെ കാലത്ത് ആണില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ആണില്ല, ആണിയടിക്കാൻ ആണിയില്ല. അതുകൊണ്ട് ആ ദുസുറിനെ കുറിച്ച് ഈ ഭാഷാ പണ്ഡിതന്മാരൊക്കെ അവരുടെ നിഘണ്ടുകളിൽ എഴുതിയപ്പോൾ കപ്പലിന്റെ പലകകൾ വരിഞ്ഞു കെട്ടാൻ ഉപയോഗിക്കുന്ന ഈർപ്പനാരുകൾ എന്നൊക്കെ എഴുതി വെച്ചത് കാണാം. അതുകൊണ്ടാണ് ഇത് എഴുതേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നമ്മളെ കൊണ്ട് ഈ വെള്ളത്തിൽ പാണ്ടി വിടാറുണ്ട്. പാണ്ടി ഒഴുക്കുക, നമ്മളെ മലപ്പുറം ഭാഷ കേട്ടോ, ഇവിടെ എന്താ അതിന് പറയാന്നറിയില്ല. ഈ വാഴ ഒക്കെ വെട്ടി മുറിച്ചിട്ട് എല്ലാം കൂടെ അടുപ്പിച്ച് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നാൽ തുഴഞ്ഞു പോകാം എന്നതുപോലെ പലകകൾ അടുപ്പിച്ചു വെച്ച് വെള്ളം ചേരാത്ത രൂപത്തിൽ അടുപ്പിച്ചു വെച്ചുണ്ടാക്കി കപ്പലിലായിരുന്നു കയറിയത്. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ. എന്നാൽ അത് വെള്ളത്തിലൂടെ ഒഴുകിയിട്ടുണ്ടെന്ന്. എന്താ, വളരെ പതുക്കെ ഇങ്ങനെ നീങ്ങുകയാണ്. പക്ഷെ അവിടെ ഒരു ഇലാഹിയായ ഖുദ്റത്തും ബിസ്മിയുടെ പവറും അതുപോലെ തന്നെ മുഅ്ജിസത്തും ഇതെല്ലാം പ്രകടമായതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രം നമുക്ക് പറയാം. വെള്ളത്തിൽ അവർ പിടിച്ചു നിന്നു. എന്നാൽ പിൽക്കാലത്ത് ഈ രംഗത്ത് പുരോഗതി വന്നത് ഞാൻ പറഞ്ഞില്ലേ, ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടെയാണ് ഈ രംഗത്ത് അത്ഭുതകരമായൊരു വിപ്ലവം തന്നെ ദൃശ്യമായത്. ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടെത്തിയത് ഇയാളാണ്. ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇയാള് തലവേദനയായിട്ട് സ്കൂളിൽ പോകാതെന്നാണ് അത്രേ. തലവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ കള്ളത്തരം കാട്ടി വീട്ടിലിരുന്നപ്പോൾ ഉമ്മ പാചകം ചെയ്യുമ്പോൾ ഈ കലത്തിന്റെ മൂടി ഇങ്ങനെ തിളക്കുന്നതും അത് മേലോട്ട് എടുത്തിടുന്നതും കണ്ടപ്പോൾ അപ്പം മനസ്സിലാക്കി ആവിക്ക് ഇങ്ങനെ ഒരു ശക്തിയുണ്ട്. നല്ലൽക്കാണെങ്കിൽ ഒരു തലവേദന ഉണ്ടായാലും മതി, പക്ഷെ നല്ലൽക്ക് ആവണമെന്ന് മാത്രം. അങ്ങനത്തെ ഒരു ചിന്തകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് കണ്ട് അയാൾ ഭയങ്കര സംഭവമായി മാറി. ഇന്നും ചരിത്രത്തിൽ അദ്ദേഹത്തെ ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ ന്യൂട്ടന്റെ തലയിൽ
ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം ഗുരുത്വാകർഷണം കണ്ടെത്തി. നമ്മളെ തലയിൽ ചക്ക വീണാലും നമ്മൾ കണ്ടെത്തുന്നു തോന്നുന്നില്ല. അതൊക്കെ ഓരോ ഭാഗ്യമാണ്, ഓരോരുത്തർക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ്. അപ്പൊ ഏതാവട്ടെ, ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആവിയന്ത്രം ഇയാൾ കണ്ടുപിടിച്ചതോടുകൂടെ, ജെയിംസ് വാട്ട് ഇത് കണ്ടുപിടിച്ചതോടുകൂടെ ആദ്യമായിട്ടൊരു ആവിക്കപ്പൽ നിർമ്മിച്ചു. ആവിക്കോടാൻ പറ്റുന്ന കപ്പൽ. മറ്റേത് കാറ്റിന്റെ ദിശക്ക് ഇങ്ങനെ പോകുന്നിടത്തേക്ക് ഇങ്ങനെ പോവുകയാണ്, അതിനെ നിയന്ത്രിക്കാൻ കഴിയൂല. പിന്നെ പായ് കപ്പലുകൾ വന്നു, പായ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ആ കാറ്റിന്റെ ദിശയിലേക്ക് ഇങ്ങനെ പോകുന്നത്. അതൊക്കെ ആദ്യ കാലഘട്ടത്തിലുള്ളൂ. ഈ പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾ എന്ന് പറഞ്ഞത് യന്ത്രക്കപ്പലുകളുടെ വരവോടുകൂടിയാണ് ഇത് സാധ്യമായത്, ഇതുണ്ടായി തീർന്നത്. അപ്പൊ മനുഷ്യൻ പിൽക്കാലത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന, അള്ളാഹു മനുഷ്യന് തോന്നിപ്പിച്ചിട്ട് കണ്ടുപിടിക്കാൻ പോകുന്ന ഈ വലിയ അത്ഭുതം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ, അങ്ങനെ ആദ്യമായിട്ട് ഒരാവി ബോട്ട് ഉണ്ടോ? ആവി ബോട്ട് ആദ്യം ഉണ്ടാക്കിയ ബോട്ടാ, കപ്പലുമല്ല. ആവി ബോട്ട് ആദ്യമായി ജോൺ ഫിറ്റ്സ് എന്ന് പറയുന്ന ആള് തയ്യാറാക്കിയത് 1785 റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടുണ്ട്? 1785 ആദ്യമായി ഒരു ആവി ബോട്ട് ഓടുന്നത്. അതിൻ്റെ സ്പീഡ് 1 മണിക്കൂറിൽ 6 കിലോമീറ്റർ ആയിരുന്നു. എങ്ങനെ ഉണ്ടാവും? 1 മണിക്കൂർ ഓടിയാൽ 6 കിലോമീറ്റർ ഓടും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ദ്വീപിൽ നിന്ന് കരയൊക്കെ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദ്വീപിൽ നിന്ന് തന്നെ ഒരു ദ്വീപിൽ എത്തണമെങ്കിലും ഒക്കെ ഉള്ള വൈദൂരത്തെക്കുറിച്ച് എത്ര കാലം ഇരിക്കേണ്ടി വരും. ഇതിൽ ഈ ബോട്ടിൽ ഇദ്ദേഹം ആദ്യമായിട്ട് ഇത് ഓടിച്ചപ്പോൾ 1 മണിക്കൂറിൽ 6 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ വേഗത. 1785 അത് കഴിഞ്ഞിട്ട് ഈ രംഗത്ത് പല പരിഷ്കരണങ്ങളും നിലവിൽ വന്നു. ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും ശാസ്ത്രജ്ഞന്മാർ കൂടി 2, 3, 4 ആള് ചേർന്നിട്ട് ആദ്യമായി ഒരു യന്ത്രക്കപ്പൽ, ആവിക്കപ്പൽ ഇറക്കുന്നു. അത് 1787 അത് കണ്ടുപിടിക്കുന്നത്. ക്ലർമോണ്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. അതാണ് ആദ്യമായിട്ട് കടലിലിറക്കിയ വാഹനം. ഇങ്ങനെയാണ് കപ്പലുണ്ടായതെങ്കിൽ പിൽക്കാലത്തത് വലിയ സംഭവങ്ങളായി. ഇന്ന് മല പോലെ ഒഴുകുന്ന, ശരിക്കും ഇങ്ങനെ മല പോകുക എന്ന് പറഞ്ഞതുപോലെ തന്നെ കാണാം ഇന്ന് കപ്പലിൽ പോകുന്നത്. കടലിൽ ചെന്നാൽ വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം. ഈ കപ്പലുകൾ ഓടിയില്ലായിരുന്നെങ്കിൽ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് നമുക്ക്, ആ ദ്വീപുകളിലേക്ക് പോകാൻ നമുക്ക് കഴിയായിരുന്നോ? കടലിൽ പോകാൻ കഴിയായിരുന്നോ? ഇന്ന് കിട്ടുന്നത് പോലെ സുലഭമായി മത്സ്യങ്ങൾ ലഭിക്കുമായിരുന്നോ? കടലിന്റെ താഴ്ഭാഗത്തുള്ള അന്തർഭാഗത്തേക്ക് വരെ മുങ്ങിപ്പോകാനുള്ള വീപ്പകൾ ഇന്നുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് കടലിലുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയാൻ കഴിയുന്നു. എന്നല്ല, അവിടെയുള്ള ഫളിലുകൾ നമുക്ക് കോരിക്കൊണ്ട് വരാൻ കഴിയുന്നു, വാരിക്കൊണ്ട് വരാൻ കഴിയുന്നു. അത് ഇൻഷാ അല്ലാഹ് നാളെ കുറഞ്ഞ രൂപത്തിൽ സൂചിപ്പിക്കാം. എന്നാൽ ഇവിടെ നോക്കണം, ഇതൊക്കെ ചലിപ്പിക്കുന്നത് അല്ലാഹു ആണെന്നാ അല്ലാഹ് പറഞ്ഞത്. അല്ലാഹ് വിചാരിച്ചാ നിങ്ങളെ കപ്പൽ ഇട്ടോടുത്തുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ മുങ്ങിപ്പോകുമായിരുന്നു. കണ്ടോ നിങ്ങളല്ല പറയുന്നത്, സൂറത്തു ശൂറായിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കാറ്റിനെ നിശ്ചലമാക്കുമായിരുന്നു, കാറ്റടിപ്പിക്കാതെ നിശ്ചലമാക്കി വെക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കപ്പലുകൾ കെട്ടിക്കിടക്കും, ഒഴുകാതെ കെട്ടിക്കിടക്കും. കെട്ടിക്കിടക്കുക. അതിന്റെ നങ്കൂരത്തിൽ അത് കെട്ടിക്കിടക്കുമായിരുന്നു, അത് ഒഴുകുകയില്ലായിരുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. ക്ഷമാശീലരും നന്ദി പ്രകടിപ്പിക്കുന്നവരുമായ ആളുകൾക്ക് ഇതിലൊക്കെ എത്ര വലിയ ദൃഷ്ടാന്തങ്ങളാ ഉള്ളത്. ഔ യൂബികുഹുന്ന, അല്ലെങ്കിൽ ആ കപ്പലുകൾ അല്ലാഹു മുക്കി കൊല്ലുമായിരുന്നു. ആ കപ്പലിൽ നിങ്ങളെ ഒന്നിരിക്കൽ ഒഴുകാതെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഔ യൂബികുഹുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മുക്കിക്കൊല്ലുമായിരുന്നു. ബിമാ കസബൂ, ഈ ജനങ്ങൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ കാരണം കടലിൽ പോകുന്നവർ അല്ലാഹു ബാക്കി വെക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അല്ലാഹു തആല തിരിച്ചെത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കുന്നു ഈ കടൽ യാത്രയിലൂടെ. ഇത് എളുപ്പമാക്കി തന്നവൻ അല്ലാഹുവാൻ. എന്തേ മുക്കിക്കൊല്ലാതിരുന്നത്? വയഅഫു അൻ കസീർ, അല്ലാഹ് അധികവും കണ്ടില്ല എന്ന് വെക്കുകയാണ്. നിങ്ങൾ കാട്ടുന്ന പേക്കൂത്തുകളെല്ലാം കൂടെ അല്ലാഹ് ശ്രദ്ധിക്കാൻ നിന്നാൽ എപ്പോഴോ നിങ്ങളെ കടലിൽ മുക്കിക്കൊല്ലണം.
കാരണം കടലിൽ പോകുന്നവൻ നിസ്കാരം ഖളാ ആക്കുന്നത് ഒരു സാധാരണ പ്രവൃത്തിയാണ്. കടലിൽ പോകുന്നവർ പലപ്പോഴും ദീനീ കാര്യങ്ങളിൽ മുന്നോട്ട് വരാറില്ല. അതുകൊണ്ട് പറയട്ടെ, ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായി വരും. അല്ല വലിയ ഒരു കാര്യമായൊരു ഭീഷണിയായി സൂറത്ത് ശൂറയിൽ മുഴക്കിയത് അല്ല ഉദ്ദേശിച്ചാൽ കാറ്റിനെ നിശ്ചലമാക്കും. ആ കാറ്റാണ് നിന്ന് കഴിഞ്ഞാൽ കപ്പലുകൾ ഓടൂല. അതൊക്കെ പഴയ കാലത്ത് പറയേണ്ടതാ മുസ്ലിയാരെ. ഇന്ന് ഞങ്ങൾക്ക് ആവിയില്ലേ, ഉയർന്ന ഇന്ധനങ്ങളില്ലേ, ഞങ്ങൾ കത്തിച്ചിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങ് പോകൂലേ? എന്തിനാ ഞങ്ങൾക്ക് കാറ്റ്? യന്ത്രക്കപ്പലുകൾ ഉണ്ടാകുമ്പോ എന്ത് കാറ്റ്? അതേ അല്ല ഈ പറഞ്ഞ രീഹിന് നിങ്ങളുടെ ഇന്ധനങ്ങളൊന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ധനങ്ങളുടെ ചാലക ശക്തി അള്ളാഹു അവസാനിപ്പിക്കും. നിങ്ങളുടെ ആവിയുടെ ചാലക ശക്തി അള്ളാഹു അവസാനിപ്പിക്കും. അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞപ്പോൾ തീയിനോടൊരു രോമം പോലും കരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അല്ല കരിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഡീസൽ ഓടണമെന്നില്ല, നമ്മുടെ പെട്രോൾ ഒഴിച്ചാലും വണ്ടി ഓടണമെന്നില്ല അല്ല കരുതിയാൽ. അങ്ങനെ കാറ്റിന് അർത്ഥമുണ്ടോ? കാറ്റ് എന്നല്ലേ റീഹിന് അർത്ഥമുള്ളൂ. ഖുർആൻ നോക്ക്, മറ്റൊരു സ്ഥലത്ത് വലാ തനാസഉ ഫതശ്ശലു വതദ്ഹബ റീഹുകും. അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നു വലാ തനാസഉ, ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വലാ തനാസഉ, നിങ്ങൾ ഒരിക്കലും തർക്കങ്ങളിലും സംഘട്ടനങ്ങളിലും ഏർപ്പെടരുത്. നിങ്ങൾ പരസ്പരം സംഘട്ടനങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെടരുത്. വലാ തനാസഉ. അങ്ങനെ വരുമ്പോ ഫതശ്ശലു, നിങ്ങളുടെ ശക്തി ക്ഷയിക്കും. കണ്ടോ? ഫതശ്ശലു, നിങ്ങൾക്ക് പരാജയം വരും. വതദ്ഹബ റീഹുകും, നിങ്ങളുടെ മണം പോകും. വതദ്ഹബ റീഹുകും, അവിടെ മണം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തില് ഉമ്മത്തില് വിഘടനവാദം ഉണ്ടാക്കുന്നവർ, ഉമ്മത്തിൽ വിള്ളലും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഛിദ്രതയും ഉണ്ടാക്കുന്നവർ, അവരെ പോയി മണത്തു നോക്കിയാൽ മുമ്പ് ഒരു മണമായിരിക്കും, ശേഷം ഒരു മണമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ മണം എന്ന് മാത്രമല്ല, പിന്നെന്താ മണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? ആ മണം എന്ന് പറഞ്ഞാൽ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി ഐ ഖുവ്വതുകും, നിങ്ങളുടെ ശക്തി ക്ഷയിക്കും. നിങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ തുടങ്ങിയാൽ അതേ രൂപത്തിൽ അല്ല ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ കപ്പലുകളുടെ ചാലക ശക്തി അല്ലാഹു അവസാനിപ്പിക്കും. അതിൻ്റെ ഇന്ധനത്തിൻ്റെ ശക്തി അല്ലാഹു അവസാനിപ്പിക്കും. അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിച്ചതുപോലെ ഉണ്ടാകൂ, അനങ്ങൂല കേട്ടോ. എങ്ങനുണ്ട് അള്ളാഹുവിന്റെ താക്കീതുകൾ? നോക്ക് നിങ്ങൾ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കേവലം ഒരു താക്കീതായി നിലനിൽക്കുകയാണോ? ഇതൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ താക്കീതുകളുടെയൊക്കെ സൂചനകൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ടൈറ്റാനിക് കപ്പലിന്റെ തകർച്ചയെക്കുറിച്ച് അറിയാത്തവരാരുമില്ല. ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ അവരത് കടലിലേക്ക് ഇറക്കിയത്. അത്രയും അത്യാധുനിക സൗകര്യങ്ങളുള്ള കപ്പലാണ് എന്ന് പറഞ്ഞ് ലോകത്തെ വെല്ലുവിളിച്ചവർ കടലിൽ ഇറക്കിയെങ്കിൽ നമുക്കറിയാം 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയത്. ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് കടലിൽ ഇറക്കിയത്. 1517 പേരതിൽ മരിച്ചു. 1517 പേരതിൽ മരിച്ചു. നമ്മൾ ചിന്തിക്കണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ആ താക്കീതുകളുടെയൊക്കെ കടുപ്പം. അതേ രൂപത്തിൽ തന്നെ 1986 912 തകർന്നത് 986 ആ തകർന്നടിഞ്ഞ കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ അല്ല എങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ ചാലക ശക്തിയെ നിശ്ചലമാക്കി അത് കടലിൽ കെട്ടിക്കിടക്കും. അപ്പോൾ അപായങ്ങളൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ ആ കപ്പലുകളെ മുക്കിക്കൊന്നേക്കാം. കണ്ടോ? മുക്കി നശിപ്പിച്ചേക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാ പടച്ചവൻ പറഞ്ഞത് വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹ്രി കൽഅലാം. മല പോലെ സമുദ്രത്തിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഹാകപ്പലുകൾ, അത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് കേട്ടോ. അത് അള്ളാഹുവിൻ്റെതാണ് കേട്ടോ. അല്ല നിങ്ങൾക്ക് ഒരുക്കി തന്ന സൗകര്യമാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്
എല്ലാവരും ഒരുമിച്ചൊന്ന് പറയുക. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. പടച്ചവനെ, ഞങ്ങളുടെ ഈ സംഗമം, ഞങ്ങൾ ഈ പിരിയുന്നതും ഒരുമിക്കുന്നതും ഒക്കെ നീ പൊരുത്തപ്പെട്ട ഒരു അമലാക്കി തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വേഗം ദുആ ചെയ്ത് പിരിയാണ്. ഇത്രയും ഇരുന്ന സ്ഥിതിക്ക് ആ ദുആനും കൂടെ എല്ലാവരും കാത്തു നിൽക്കുക. ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉമ്മമാരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നല്ല വയല് കേൾക്കാൻ വന്ന ഉമ്മമാരുണ്ടാവും, അതിൻ്റെ ഇടയിൽ അതും പറഞ്ഞു പോയിട്ടുണ്ട് നേരത്തെ. എന്നാലും അതെന്നെ പറഞ്ഞാൽ പിന്നെ സൂറത്തുർ റഹ്മാൻ, ആ സൂറത്തുർ റഹ്മാൻ അവതരിപ്പിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഒന്നുമില്ലെങ്കിൽ എത്ര ഈമാൻ എത്ര വർദ്ധിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു അല്ലേ. അപ്പം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏതൊരു കാര്യവും അത് പുലരാതിരിക്കൂല. പകൽ വെളിച്ചം പോലെ എല്ലാം ഇങ്ങ് പുലർന്നു വരും, അതാണ് സത്യം. അപ്പോൾ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. എല്ലാവരും ദുആ ചെയ്യുമ്പോൾ ആമീൻ ആത്മാർത്ഥമായി പറയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ.